പക്ഷേ സിറിയയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയാണ്. വിമത വിഭാഗം പ്രധാന നഗരങ്ങളിലൊക്കെ ചേക്കേറുകയാണ്. പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കീഴടക്കിയിരിക്കുന്നു. ഈ അവിടുത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിനെതിരെ നടക്കുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന വലിയൊരു പോരാട്ടമായിട്ടാണ് ഇതിനെ പല മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു മുല്ലപ്പൂ വിപ്ലവത്തിന്റെ 2.0 ആണോ? ആവാം, തീർച്ചയായും അങ്ങനെ വേണം അതിനെ കാണാൻ. കാരണം മുല്ലപ്പൂ വിപ്ലവം ആളുകൾ ഏതാണ്ട് മറന്നു തുടങ്ങിയിട്ടുണ്ട്. 12 കൊല്ലം കഴിഞ്ഞല്ലോ, 2011 അത്. ഏറെക്കുറെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് അത് പടർന്നു പിടിച്ചിരുന്നു. ടുണീഷ്യയിലാണ് അത് ആരംഭിച്ചത്. ഒരു തൊഴിലാളിയുടെ ഒരു പാവം ഒരു പഴക്കച്ചവടക്കാരൻ ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്നാണ്. തൊഴിലില്ലായ്മയായിരുന്നു അവിടുത്തെ അടിസ്ഥാന പ്രശ്നം. അപ്പോൾ ദാരിദ്ര്യമാണ് അതിൻ്റെ ഒരു കാരണം. ദാരിദ്ര്യം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഭരണാധികാരികളുടെ ഏകാധിപത്യവും ധൂർത്തും അത് സഹിക്കവയ്യാതെ ജനങ്ങളെല്ലാം മറന്ന് ദേശീയമായ പ്രക്ഷോഭങ്ങൾക്ക്, അതിൽ കക്ഷി രാഷ്ട്രീയവും ജാതിയും മതമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പല രാജ്യങ്ങളിലും സഹിക്കാനാവാത്ത ഏകാധിപത്യവും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വന്നപ്പോൾ അതിനെതിരെ വന്ന വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വന്ന പേരാണ്. ടുണീഷ്യയിൽ നിന്ന് പുറപ്പെട്ടതുകൊണ്ടാണ് അതിന് മുല്ലപ്പൂ വിപ്ലവം, ജാസ്മിൻ റവല്യൂഷൻ എന്ന് പേര് പറയുന്നത്. ജാസ്മിൻ എന്ന് പറയുന്നത് ടുണീഷ്യയുടെ ദേശീയ പുഷ്പമാണ്, നമ്മുടെ താമര പോലെ. ടുണീഷ്യയുടെ ദേശീയ പുഷ്പം അതായതുകൊണ്ടാണ് ജാസ്മിൻ റവല്യൂഷൻ എന്ന് പേര്. ആ മുല്ലപ്പൂ വിപ്ലവം പിന്നീട് പല രാജ്യങ്ങളിലേക്കും പടർന്നു. പക്ഷേ ഒട്ടുമിക്ക രാജ്യങ്ങളും സ്വന്തം നിലയിൽ അത് ഭീകരമായിട്ട് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഭരണകൂടങ്ങൾക്ക് സ്വന്തമായി ശേഷിയില്ലാത്ത തരത്തിൽ വന്ന കലാപങ്ങൾക്ക് പല രാജ്യത്തും ഈ സഖ്യകക്ഷികളുടെ പിന്തുണ കിട്ടി. അങ്ങനെ പിടിച്ചു നിന്ന രാജ്യങ്ങളിലൊന്നാണ് സിറിയ. സിറിയയുടെ ഒരു പ്രത്യേകത, ബഷർ അസാദ് എന്ന ഏകാധിപതി എത്രയോ കാലമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ജനരോഷം വളരെ ശക്തമായിട്ടുണ്ട്. രാജ്യം ഒട്ടും പുരോഗമിക്കുകയല്ല, വലിയ തോതിലുള്ള ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ അവിടെ നയിക്കുന്നുണ്ട്, അഴിമതിയും ഒക്കെ കൊടികുത്തി വാഴുന്നുണ്ട്. അപ്പോൾ അതിനെതിരായി അന്ന് വലിയ തോതിൽ ആളുകൾ രംഗത്ത് വന്നു. അവിടെ ആളുകളെ ഒന്നിപ്പിക്കാൻ ഓരോ ദേശത്തും ഓരോ രാജ്യത്തും ഭരണകൂടത്തിനെതിരായി ജനങ്ങളെ തെരുവിലിറക്കാൻ ആവശ്യമായ ഘടകം ഏതാണോ ആ ഘടകമാണ് അവിടെ വർക്ക് ചെയ്തത്. സിറിയയിലൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയോ? അവിടുത്തെ വംശീയതയാണ്. സിറിയ ഭരിക്കുന്ന ബഷർ ആസാദ് ഷിയ ആണ്. എന്നാൽ സിറിയയിലെ മഹാഭൂരിപക്ഷം ജനത സുന്നികളുമാണ്. അപ്പോൾ സുന്നി തീവ്രവാദത്തിന് അവിടെ വലിയ സ്പേസ് കിട്ടി. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇസ്ലാമിക രാഷ്ട്രവാദികൾ മുന്നോട്ട് വന്നു. അങ്ങനെയാണ് ISIS ഉണ്ടാകുന്നത്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം ഇറാഖിൽ മാത്രം. ഇറാഖിൽ ഇതേ സാധ്യതയുണ്ട്. ഇറാഖിൽ ഷിയാക്കളും സുന്നികളും ഒരുപോലെയുള്ള നാടാണ്. അപ്പോൾ അവിടുത്തെ ഷിയാക്കൾക്കെതിരായ ഒരു സുന്നി തീവ്രവാദ സംഘടന എന്ന നിലയിലാണ് ISIS വന്നത്. അത് പിന്നീട് സിറിയയിലും ഇതേ സാഹചര്യം ഉള്ളതുകൊണ്ട് സിറിയയിൽ കുറെ കൂടി മൂർത്തമായ സാഹചര്യമുണ്ട്. പ്രത്യക്ഷത്തിൽ ഷിയ ഭരണകൂടം ഏകാധിപതിയായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ISIS ഉണ്ടായത്. ISISനെ ലോകമൊട്ടാകെ വലിയ തോതിൽ ഒറ്റപ്പെടുത്തുകയും അടിച്ചമർത്തുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇപ്പോൾ അവിടെ ഒരു ആഭ്യന്തര സംഘർഷം എന്നൊന്നും പറഞ്ഞാൽ പോരാ, ആഭ്യന്തര യുദ്ധമാണ്. ഒരുപാട് പേര് മരണപ്പെട്ടു. ഇപ്പൊ 242 പേര്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 242 പേര് മരണപ്പെട്ടു പല പ്രദേശങ്ങളും. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു പുതിയ സുന്നി തീവ്രവാദ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. ആ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ പേര് ഹയാത്ത് തഹ്രീർ അൽ ഷമാം എന്നാണ്. ഹയാത്ത് തഹ്രീർ അൽ ഷാം ഹയാത്ത് തഹീർ അൽ ഷമാം എന്നാണ് സായുധ വിഭാഗം. അതെ, അൽ ഷാം ആയിരിക്കാനാണ് സാധ്യത. ഷാം കാരണം എന്ന് വെച്ചാൽ സിറിയയുടെ ഒരു പഴയ പേര് കൂടിയാണത്. അതുകൊണ്ട് HTS എന്ന് ഇംഗ്ലീഷിൽ പറയും, ഹയാത്തെ തഹീർ അൽ ഷാം. അപ്പോൾ അവരാണ് സുന്നി സായുധ സംഘമാണ് അവർ. അപ്പോൾ ഈ ISISന്റെ പിന്മാറ്റത്തോടു കൂടി മറ്റൊരു പേരിൽ സിറിയക്കകത്തെ സുന്നി തീവ്രവാദം ശക്തിപ്പെടുകയാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴത്തെ മുല്ലപ്പൂ വിപ്ലവം എന്ന് വെച്ചാൽ 2.0 എന്ന് പറയുന്ന മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ തുടർച്ച ഏറ്റെടുക്കുന്ന അവരാണ്. അവരിപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ പിടിച്ചെടുക്കാനാണ്. അലോപ്പെ എന്ന് പറയുന്നത് എന്താണ്, പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യ മുഴുവനായിട്ട് അവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അലേപ്പോ എന്ന് പറയുന്നത് ഇപ്പോൾ ഡമാസ്കസ് കഴിഞ്ഞാൽ, സിറിയയുടെ തലസ്ഥാനമാണല്ലോ ഡമാസ്കസ് കഴിഞ്ഞാൽ അലേപ്പോ ആണ് അവിടുത്തെ രണ്ടാമത്തെ വലിയ നഗരം. ആ നഗരം ഇവർ പിടിച്ചെടുത്തിരിക്കുന്നു. ആ നഗരം മാത്രമല്ല, അതിൻ്റെ പരിസര പ്രദേശത്തുള്ള ഒട്ടേറെ നഗരങ്ങൾ, ഏതാണ്ട്
40ഓളം നഗരങ്ങൾ, കൊച്ചു കൊച്ചു പട്ടണങ്ങൾ, 50ഓളം പട്ടണങ്ങൾ, 50ലേറെ പട്ടണങ്ങൾ അവർ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സിറിയയുടെ മഹാഭൂരിപക്ഷം ഇപ്പോൾ സിറിയൻ ഗവൺമെന്റ് കയ്യിലല്ല. ഇവരുടെ ഒരു ശക്തി 2016 ഇവരൊരു ശക്തി പ്രകടനം ഇതേ രീതിയിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇപ്പൊ ആദ്യമായിട്ടാണ് വീണ്ടും 2016 വമ്പിച്ച ശക്തി അല്ലെങ്കിൽ പോലും ഇവരുടെ ഒരു അരങ്ങേറ്റം നടത്തിയതാണ് 2016 ഒരു 8 കൊല്ലം മുമ്പ്. അതിൻ്റെ അന്നു മുതൽ തുടരുകയാണ് ഈ കലാപം, അന്നു മുതൽ തുടരുകയാണ്. പക്ഷേ അടുത്ത കാലത്ത് അത് വലിയ രക്തരൂഷിതമായി, വലിയ സൈനികമായ പോരാട്ടമായി. ഈ പ്രസിഡന്റിൽ ഇവർ കാണുന്ന, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവർ കാണുന്ന പോരായ്മകൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഏകാധിപത്യമാണ്, അഴിമതിയാണ്, ആഡംബരമാണ്. ബഷർ അസാദ് അതിലൊന്നും ഒട്ടും പിന്നിലല്ല. ഇത് 2011 തന്നെ ലോകം ചൂണ്ടിക്കാണിച്ചതാണ്. പല രാജ്യങ്ങളിലും എന്തുകൊണ്ടാണ് മുല്ലപ്പൂ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ ടുണീഷ്യയിൽ, ഈജിപ്തിൽ, ഇവിടെ ഈ സിറിയയിലൊക്കെ സമാനമായ പ്രത്യേകതകൾ എന്താണ് ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഒരേ കാലത്ത് എല്ലാ രാജ്യങ്ങളിലും കലാപം ഉണ്ടാവുക. 10-11 രാജ്യങ്ങളിലേക്ക് അത് വ്യാപിച്ചിരുന്നു. മിക്കവാറും എല്ലാ സ്ഥലത്തും ഇങ്ങനെ അടിച്ചമർത്തി. ഭരണകൂടത്തിന് ശേഷിയില്ലാത്തടത്ത് ഈ കൂട്ടുകക്ഷികളെ വിളിച്ചു, അയൽ രാജ്യങ്ങളെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സിറിയയിലും അത് തന്നെ നടക്കുന്നത്. സിറിയക്ക് ഒറ്റക്ക്, സിറിയൻ സൈന്യത്തിന് ഒറ്റക്ക് ഈ ആഭ്യന്തര കലാപത്തെ അടിച്ചമർത്താനുള്ള ശേഷിയില്ല. കാരണം സിറിയൻ സൈന്യത്തെക്കാൾ എത്രയോ കൂടുതലാണ് ഈ HTS എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ. അവരുടെ ശേഷി, ആളും അർത്ഥവും ആയുധവും അവരുടെ കയ്യിൽ കൂടുതലാണ്. അങ്ങനെ വന്നപ്പോൾ അവർ അഭയം തേടിയത് സഖ്യകക്ഷിയായ റഷ്യയിലാണ്. റഷ്യ എപ്പോഴും സിറിയയെ രക്ഷിച്ചു പോകുന്ന ഒരു സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് റഷ്യൻ സേനയെ അയച്ചു കൊടുത്തു. ഇപ്പോൾ റഷ്യൻ സേനയും സിറിയൻ സേനയും ചേർന്ന് വിമതരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ അടങ്ങിയിട്ടില്ല. രാജ്യത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം അവരുടെ കയ്യിലാണ്. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ വയ്യ. ഒരു പക്ഷേ ഇവരെ സഹായിക്കാൻ ഇനി ഇപ്പുറത്ത് സിറിയൻ ആഭ്യന്തര കലാപകാരികളെ, ആഭ്യന്തര വിപ്ലവകാരികളെ സഹായിക്കാൻ മറ്റാരെങ്കിലും രംഗത്ത് വരുമോ എന്ന് നമുക്ക് പറയാൻ വയ്യ. അപ്പുറത്ത് റഷ്യ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വലിയ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നടക്കുകയാണ്. 242 എന്ന് പറയുന്ന ഔദ്യോഗികമായി സിറിയൻ ഗവൺമെന്റ് 242 പോലും, അതുപോലും ഔദ്യോഗികമായ കണക്കാണ്. സിറിയൻ ഗവൺമെന്റ് കണക്കുകൾ വലിയ തോതിൽ ഉള്ളത് മുഴുവൻ പറഞ്ഞോളണമെന്നില്ല. ഈ സാഹചര്യത്തിൽ ക്ഷീണമാണല്ലോ അവർക്ക്. അതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ സിറിയ കത്തിയാളുന്നു. ഇത് പക്ഷെ ഒരു വലിയൊരു ശക്തിയായിട്ട് ഇവർ രൂപം കൊള്ളാതെ അതിനൊരു വിജയത്തിന്റെ സാധ്യതയുണ്ടോ? നമുക്കൊന്നും പറയാൻ വയ്യ. കാരണം ഇതൊക്കെ ഇത്തരം മുന്നേറ്റങ്ങൾ തന്നെയാണ് 2011 മുല്ലപ്പൂ വിപ്ലവ കാലത്ത് പല രാജ്യങ്ങളിലും നടന്നത്. അതിനെയൊക്കെ വലിയ തോതിൽ പിന്നീട് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. കാരണം ഇതിനകത്ത് പല താല്പര്യക്കാരുണ്ട്. രാജ്യത്ത് കലാപം കൊടുമ്പിരിക്കൊണ്ടാൽ, പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിലൊക്കെ വലിയ വികസിത രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഉണ്ടാവും, കോർപ്പറേറ്റ്സിന്റെ താല്പര്യം ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടത് സമാധാനമാണ്. ബംഗ്ലാദേശിൽ സംഭവിച്ചതിൽ നമ്മളത് പറയുന്നുണ്ട്. അമേരിക്കയുടെ താല്പര്യമുണ്ട് അവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ. തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെയാണ് കലാപങ്ങൾ ഉണ്ടാക്കുന്നതിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങളുണ്ടാവും, അന്താരാഷ്ട്ര താല്പര്യങ്ങളുണ്ടാവും, വികസിത രാജ്യങ്ങളുടെ, വമ്പൻ രാജ്യങ്ങളുടെ താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ 2 കാര്യങ്ങളാണ് അതിനകത്ത്. ഒന്ന്, ആയുധ കച്ചവടം. ഇപ്പോൾ 2 കൂട്ടരും ആയുധം വാങ്ങും. ഇപ്പോൾ സിറിയൻ ഔദ്യോഗിക സേന ആയുധം വാങ്ങും. മാത്രമല്ല റഷ്യൻ സേനയ്ക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ വാങ്ങിക്കൊടുക്കും. ഒരു ഭാഗത്ത് പൊതുമുതലിൽ നിന്ന് ആയുധം വാങ്ങും. മാത്രമല്ല സ്വകാര്യമായും രഹസ്യമായും ഉള്ള ചാനലുകളിലൂടെ അവിടുത്തെ തീവ്രവാദികൾക്കും ആയുധം വേണം. അത് കള്ളപ്പണം കൊടുക്കുകയും ആയുധം വാങ്ങുകയും ചെയ്യുന്ന ഏർപ്പാട് കൂടി നടക്കും. 2 കൂട്ടർക്കും ആയുധ കച്ചവടം നടക്കും. ഇനി ഇത് യുദ്ധം കെട്ടടങ്ങിയെന്ന് വെച്ചോളൂ, അടിച്ചമർത്തി. അത് കഴിഞ്ഞാൽ വലിയൊരു ഈ വിമതരെ സഹായിക്കാനായിട്ട് ഏതെങ്കിലും രാജ്യങ്ങൾ വരുമോ? സഹായിക്കാൻ സാധ്യതയുണ്ട്. കാരണം തുർക്കിയാണോ? പറയാൻ വയ്യ. തുർക്കിയുടെ സാധ്യതയുണ്ട്. മാത്രമല്ല അപ്പുറത്ത് യമനിൽ ഈ അവസ്ഥയുണ്ട്. ഷിയ തീവ്രവാദികളെ, ഹൂത്തി തീവ്രവാദികൾ അവിടെയുണ്ട്. ആ തീവ്രവാദത്തിൻ്റെ തന്നെ പിന്തുണ, ആ തീവ്രവാദികളുടെ പിന്തുണ ഒരു പക്ഷേ സിറിയൻ ഭരണകൂടത്തിനായിരിക്കും കിട്ടുക. അപ്പോൾ IS ഉൾപ്പെടെയുള്ള സുന്നി തീവ്രവാദികളുണ്ട്. അവരുടെ പിന്തുണ ഇവിടുത്തെ സുന്നി തീവ്രവാദികൾക്ക് കിട്ടിക്കൂടായില്ല. രാജ്യങ്ങൾ തന്നെയും പിന്തുണച്ചുകൂടായില്ല. സൗദി അറേബ്യ പിന്തുണക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്തുണക്കാതിരിക്കുന്നത് അവരുടെ ആഭ്യന്തരമായ വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൊണ്ടാണ്. ആരൊക്കെ സഹായിക്കുമെന്ന് പറയാൻ വയ്യ. തുർക്കിയോ സൗദി അറേബ്യയോ സഹായിച്ചു എന്ന് വരാം. എന്തായാലും സിറിയ ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. നമ്മുടെ പത്രങ്ങൾക്ക് ഇപ്പോഴും അത് പ്രധാനപ്പെട്ട, ഇപ്പോഴും ഈ ചെറിയ കോളങ്ങളിൽ നമ്മുടെ ഈ ലോകവാർത്തകളിലെ ഈ ഗ്ലോബൽ ന്യൂസിൻ്റെ ഒരു സിംഗിൾ കോളം വാർത്ത ആയിട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. അതിനേക്കാളും പ്രാധാന്യമുണ്ട് ആ വാർത്തക്ക്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടുതൽ ശ്രദ്ധയോടെ ലോകം ശ്രദ്ധിക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, ഈ വിമതർ അലപ്പോ നഗരത്തിൽ എത്തിയെന്ന വാർത്ത പക്ഷേ
ഈ സിറിയൻ ഭരണകൂടമൊക്കെ നിഷേധിച്ചിട്ടുണ്ട് അവരുടെ ദേശീയ ടെലിവിഷനൊക്കെ. അത് ഔദ്യോഗികമായ വാർത്തയല്ലേ, അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ മറ്റു വാർത്തകളാണ് പുറത്തുവിട്ടത്, ലോകമാധ്യമങ്ങളാണ് പുറത്തുവിട്ടത്. അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ പുറത്തുവിട്ടിട്ടുണ്ട്. ലോക ഏജൻസികൾക്കൊന്നും അത് മൂടി വെക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ആഭ്യന്തര കലാപം യഥാർത്ഥത്തിൽ നടക്കേണ്ടത് അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലാണ്. അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സിറിയൻ പ്രശ്നത്തെ സിറിയയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പൊട്ടിത്തെറി ഉണ്ടായ ഒരു രാജ്യം എന്ന നിലയിൽ അഫ്ഗാനിസ്ഥാൻ വേറെ തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ഗൗരവപ്പെട്ടൊരു വിഷയം തന്നെയാണ്. സിറിയയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം.